നോമ്പ് തുറക്കാൻ നേരം ഈന്തപ്പഴം ആദ്യം കഴിക്കുന്നേ. അതെന്താണെന്ന് വെച്ചാൽ നബി മക്കയിലാണല്ലോ ജനിച്ചത്. അപ്പം അന്നത്തെ കാലത്ത്, അതായത് ഈ നോമ്പ് തുടങ്ങുന്ന റംസാൻ മാസം ആചരിച്ചു തുടങ്ങിയ കാലത്തൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള പഴം എന്തായിരുന്നു? ഈന്തപ്പഴമായിരുന്നു. അന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പഴം ഈന്തപ്പഴമായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ അതിങ്ങനെ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നു. അത് മാത്രല്ല, ഈന്തപ്പഴത്തിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം നമ്മൾ മുഴുവനായിട്ട് ഫുഡ് ഇല്ലാണ്ടിരിക്കുകയാണ്, ഫുഡും വെള്ളവും ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ കണ്ണി കണ്ടതൊക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ കുഴപ്പത്തിലാക്കുന്നതിന് പകരം നമ്മുടെ ശരീരത്തിൽ നിന്ന് ലോ ആയി പോയിട്ടുള്ള ഷുഗർ ഒക്കെ ലോ ആയിരിക്കും. ആ സമയത്ത് ഷുഗർ ഒക്കെ ലോ ആയത് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഒരു ഈന്തപ്പഴം കഴിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിലെ മധുരം നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഷുഗർ ലെവലൊക്കെ ഒന്ന് ഓക്കെ ആവും. അതിന് നെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മള് വെള്ളം കുടിക്കണം. എന്തെങ്കിലും ഒരു പാനീയമായിരിക്കണം കുടിക്കേണ്ടത്. അതെന്തിനാണ്? നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൈഡ്രേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സമയത്ത് തന്നെ കുറച്ചധികം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ ഹെവി ആയിട്ടുള്ള ഫുഡുകളിലേക്കൊക്കെ പോകാൻ പാടില്ല. അല്ല, ആദ്യം തന്നെ നമ്മള് ഹെവി ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിന് അത് ദോഷകരമായിട്ട് ബാധിക്കും. നമ്മുടെ സ്റ്റെബിലിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു കാരക്ക, പിന്നീട് വെള്ളം, പിന്നെ ഹെവി ആയിട്ടുള്ള ഫുഡ് എന്ന രീതിയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നത്.